വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട നിവേദ്, ധ്യാൻ, ഇഷാൻ എന്നീ കുഞ്ഞുങ്ങളുടെ പുത്തുമലയിലെ കല്ലറയിൽ പൂക്കളുമായി എത്തി കെ രാജൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഒല്ലൂരിലെത്തിയ അമ്മ സന രാജനോട് വിജയിച്ചാൽ മക്കളെ കാണാൻ എത്തണമെന്ന വാക്കാണ് കെ രാജൻ നിറവേറ്റിയത്. എന്റെ മക്കളത്തേക്ക് ഒന്നും കൂടെ വരണം ജയിച്ചിട്ട്. മുൻമന്ത്രി കെ രാജൻ വാക്ക് പാലിച്ചു. ഒല്ലൂരിൽ ജനവിധി തേടി വിജയിച്ച് സൈനയുടെയും അനീഷിന്റെയും മക്കളുടെ അടുത്തെത്തി. പുത്തുമലയിലെ ഹൃദയഭൂമിയിലുറങ്ങുന്ന നിവേദിന്റെയും ധ്യാനിന്റെയും ഇഷാന്റെയും മുന്നിൽ കളിപ്പാട്ടങ്ങൾ വച്ചു. ഹൃദയഭേദകവും വൈകാരികവുമായിരുന്നു ആ കാഴ്ച. വാക്കുപാലിക്കുക എന്നുള്ളതല്ല. സൈനയുടെ കുടുംബം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജ്യേഷ്ഠ സഹോദര തുല്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്നൊരു കുടുംബം എന്ന നിലയിൽ വരാനും ഇവരുടെയൊക്കെ താമസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ടൗൺഷിപ്പിൽ ഒന്ന് പോകാനും ഇവരുടെയൊക്കെ വീടുകളുടെ സ്ഥിതി എന്തായെന്നറിയാനും ഒക്കെയുള്ള ആകാംക്ഷ കൊണ്ടുകൂടി വന്നതാണ്. ആ 3 മക്കളുടെ ഓർമ്മ പുതുക്കുന്ന പുത്തുമലയിലെ ഈ ഹൃദയഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ ഒരുപാട് വികാരങ്ങളുണ്ട്. സൈനയോട് പറഞ്ഞതുപോലെ നേരിട്ട് കാണാൻ പറ്റാത്ത മക്കളുടെ മുമ്പിലേക്ക് വരിക എന്നുള്ള ഒരു ചുമതല നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് വരാനിടയായത്. അന്നു മുതൽ ഇന്ന് വരെ ചേർത്ത് വെച്ചയാൾ തന്ന വാക്ക് പാലിക്കുമെന്ന് ഉറപ്പായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും. എനിക്കറിയായിരുന്നു സാറ് വരും എന്നുള്ളത്. സന്തോഷം തോന്നി, സങ്കടവും തോന്നി. വാക്ക് പാലിച്ചു. മക്കളെ പ്രാർത്ഥനയും ഉണ്ടാവും, സാറ് ജയിക്കണം ഉണ്ടാവുന്നത് അതായിരിക്കും. സന്തോഷം. മിനിസ്റ്ററോട് വന്നത് വലിയ സന്തോഷം. വാക്ക് എന്തായാലും പാലിക്കുന്ന ഞങ്ങൾക്കറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ അന്ന് ഇലക്ഷൻ്റെ ആ വോട്ടെടുപ്പിൻ്റെ അന്ന് 37 ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് മിനിസ്റ്റർക്ക് വേണ്ടിയിട്ടാണ്. സന്തോഷം. അത് ജയിച്ചാലും തോറ്റാലും എന്തായാലും ഉറപ്പായിട്ട് വരുന്നു എനിക്കറിയാം. പുത്തുമലയിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.